തൃശ്ശൂർ പൂങ്കുന്നം ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വിശേഷാൽ പരിപാടി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് 2026 ഫെബ്രുവരി 27 ശ്രീരാമനവമി കൂടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ ശ്രീരാമൻ്റെ അമ്പലമാണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഭയങ്കര പരിപാടികളുണ്ട്. വലിയ രഥമൊക്കെ ആയിട്ടുണ്ട്. എന്ത് രസമൊക്കെ കാണാനുണ്ട്. നമുക്ക് അടുത്തേക്കൊന്ന് പോയി കണ്ടു നോക്കാം. എവിടത്താക്കിലും നാസറിൻ്റെ രസമൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കി നോക്കാം. എങ്ങനെ കണ്ടുനോക്കാം, അടുത്ത് പോയി കണ്ടു നോക്കാം. ഓക്കെ, എന്തൊരു നല്ല തിരക്കില്ല ഇവിടെ. എല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാരാണ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, ആഹാ എന്ത് വലിയ രഥാ. ഓ അടിപൊളി രഥമല്ലേ രഥം. എന്ത് വലിപ്പം, എന്ത് രസമല്ലേ കാണാനായിട്ട്. ലൈറ്റും വേറെയൊക്കെ ആയിട്ട് കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇത് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ അതായത് മറ്റേ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ രഥം വരവാണ്. അപ്പോൾ ഈ രഥം വരുമ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാം അവരോരോരോ സാധനങ്ങൾ ഉണ്ടായിട്ട്, അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് നേദ്യം കൊടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഓരോരുത്തരായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഭഗവാൻ അത് ഉള്ളിൽ പൂജിച്ചിട്ട് അത് റിട്ടേൺ കൊടുക്കും. അപ്പോൾ എന്നിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യും. മറ്റേ സ്വീറ്റ്സുകളാണ് കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നത്. നല്ല രസമാണ്. ആ രഥത്തിൻ്റെ ഒരു വലിപ്പം നോക്കിയല്ലേ, നല്ല വലിപ്പമാണ്. അത് ഓരോരുത്തരുടെ നേദ്യാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോരുത്തർ പഴം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഓരോരുത്തർ വീട്ടിൽ എന്താ വെച്ചാൽ ഇന്നത്തെ ദിവസം അത് ഭഗവാനെ നേദിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. നോക്കിയാണ്ടല്ലോ എന്ത് രസമൊക്കെയാണ് കേട്ടോ. വലിപ്പം നോക്കുക. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ആ രഥത്തിൻ്റെ ആ ഒരു കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്ത് ഭംഗിയാണല്ലേ സാ ആ രഥത്തിൻ്റെ ആ ഒരു ഭംഗി. അയ്യോ നല്ല വൃത്തിക്ക് ഇതിന് പിന്നെ മണി ഇങ്ങനെ കെട്ടി കിട്ടുന്നുണ്ട്. ഇതാണ് പ്രസാദം ഞാൻ പറഞ്ഞല്ലോ. കൊള്ളാണ്ടല്ലോ, അടിപൊളി. ഇതാണ് അടിപൊളി. ഇത് തമിഴ് മിക്സ് സംസാരം കേട്ടോ ഇവരുടെയൊക്കെ. അതെ. അപ്പോൾ നമുക്കിന്ന് അങ്ങോട്ട് പോകാൻ നോക്കി നോക്കാം. കണ്ടില്ലേ, ഇതാണ് ആ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വഴി വരുമ്പോൾ ഓരോ വീടുകളിലും ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സുകൾ ഭഗവാന് നേദിക്കാൻ കൊടുക്കും. അപ്പോൾ ആ നേദ്യം ആണ്. അപ്പോൾ എനിക്കൊരാൾ തന്നാട്ട നേദ്യം, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. നമുക്ക് കഷ്ണം എടുത്ത് വയ്ക്കുകയാണ്. ഈ ചെറിയ ഇഡലിയൊക്കെ പോലെ, ഇഡലി പോലെ, കുഞ്ഞ് ഇഡലി പോലെ. ഇഡലി അല്ലേ, ഇഡലി തന്നെ കൊള്ളാം. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. ഈ മണി മണിയൊക്കെ അങ്ങോട്ട് മണി അടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ആൾക്കാർ വലിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ വലിക്കുമ്പോൾ തന്നെ രഥം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. അതായത് രഥം അങ്ങോട്ട് നീക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ച് രണ്ട് കയറിലാണ് കെട്ടിയിട്ടുണ്ടാവുക. നല്ല രസമാണ്. ഇങ്ങനെ മണി അടിക്കണ സമയത്ത് ആൾക്കാർ കരയുകയും ചെയ്യും, രഥം മൂണ്ടെന്ന് ആൾക്കാർ ഇങ്ങനെ വലിക്കുകയും ചെയ്യും. അപ്പോൾ രഥം മുന്നോട്ട് പോവുകയും ചെയ്യും. കൊള്ളാമല്ലേ. അവിടെ കുറച്ച് ആനയും ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കി നോക്കാം. അവിടെ കണ്ടില്ലേ 3 ആനയും തീവെട്ടിയൊക്കെ എന്ത് രസമൊക്കെ കാണാനായിട്ട്. ആ തീവെട്ടിയൊക്കെ നല്ല ഭംഗി ഉണ്ടാകലെന്ന് കാണാനായിട്ട്. ഇരുട്ടായതുകൊണ്ട് എത്ര രീതിക്ക് നിങ്ങൾ ഫോണിലൂടെ ഇങ്ങനെ കാണുമ്പോ അറിയില്ല. കണ്ടില്ലേ പഞ്ചവാദ്യം. ആഹാ, മേളക്കണി തകർത്താനല്ലേ. പഞ്ചവാദ്യം അടിപൊളിയാണ്. പഞ്ചവാദ്യം ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഒരു പൂരത്തിന് ഒരു അമ്പലത്തിൽ പഞ്ചവാദ്യം നമ്മളാണ് മൊത്തം തകയുള്ളൂ. രണ്ടത് മേളം എന്നൊക്കെ പറയുമ്പോ രോമാഞ്ചം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കുന്ന സാധനമാണ് ഈ മേളം എന്നൊക്കെ പറയുമ്പോ. അത് ഓരോന്നിനും ഓരോ ഫീലുകളാണ്. എനിക്ക് പഞ്ചവാദ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ, ഇടയ്ക്ക ഡുണ്ടുടുണ്ടുടുണ്ടുടുണ്ടുടുക ആ ഒരു സഡൻ. കേൾക്കാൻ തരുന്ന ഇതൊക്കെ അടിപൊളിയാണ്.
ഉള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്തേക്ക് നോക്കാം. കണ്ടല്ലേ ഒരു കൊമ്പുകാരൊക്കെ എന്ത് രസമാക്കാനായിട്ട് അത്യാവശ്യം ആൾക്കുണ്ട്. രഥത്തിന്റെ പുറമെ അവിടെയോ അതിന് പ്രാർത്ഥനയും അത് മാത്രല്ല രഥത്തിനെ കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇവിടെ പഞ്ചാര കാണാനായിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെയാണ്. എന്താ രസമൊക്കെ. തീവെട്ടി നമ്മുടെ തൊട്ടടുത്ത് കണ്ടില്ലേ, എന്ത് രസമല്ല തീവെട്ടി കാണാൻ. ആഹാ, ഇവിടെ ഈ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ പബ്ലിക് ആയിട്ടുള്ള ലൈറ്റ്, അതായത് ഓഫാക്കണ ഒന്നുകൂടി അന്നിട്ട് ഭംഗിയാവും കാണാനായിട്ട്. ആരോടോ മാത്രമായിരിക്കും മറ്റേ LED അല്ലേച്ചാ. ഈ കാണുന്ന ഈ ബൾബുകളൊക്കെ ഓഫ് ചെയ്യാൻ നല്ല ഭംഗിയാവില്ല, നല്ല ഭംഗിയാവും കാണാനായിട്ട്. പക്ഷെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് ഇരുട്ടാവും. അത് മാത്രല്ല, പിന്നെ ഈ പന്തക്കുഴ കത്തുന്ന തീവെട്ടി കത്തുന്ന വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ആനയാണോ, കാരണം അത് ഇത്രയും ക്രൗഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസുകളും വേണം ആൾക്കാർക്ക്. ആൾക്കാരെ സുരക്ഷയോട് നോക്കണം. അതുകൊണ്ട് അപ്പൊ നമ്മള് ആനയുടെ പുറകോട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞ് മദ്ദളം തുടങ്ങിയപ്പോ. അതെ, VR ഗുരുവാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ മുന്നിലെത്തിപ്പോ നമ്മള് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സീതാരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കല്യാണിന്റെ അമ്പലമാണ്, കുടുംബക്ഷേത്രമാണ്, അവരുടെ കുടുംബക്ഷേത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, ഇവിടുന്ന് മറ്റേ ശ്രീരാമ നവമി അല്ലെ, ശ്രീരാമ നവമിയാണ് 27-ാം തീയതി. അപ്പൊ അതിന്റെ ആഘോഷപരമായിട്ടുള്ള ഉത്സവമാണത്. അപ്പൊ ഈ എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീരാമനെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്ന വെച്ചാൽ വരവേൽക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഗ്രാമപ്രദക്ഷിണം തോന്നുന്നുണ്ട്, അറിയില്ല. വാസികള് ചെറിയ ചെറിയ അപ്പം, ഇഡലി, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരൊക്കെ വട്ടന്മാരാണല്ലേ, അവരാരും പോലാണ് കാണുമ്പോ അഗ്രഹാരാണിത്. ഇവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കോലം വരച്ച് പ്രത്യേക ഭംഗി അറിയാലോ നിങ്ങൾക്ക്. പാലക്കാട്, കൊല്ലംകോടൊക്കെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ അറിയണ സംഭവം തന്നെ. ഈ ഹനുമാൻ സ്വാമിനെ അറിയില്ലല്ലോ, അതൊക്കെ കണ്ടില്ലേ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന്റെ മുൻപിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു 3D ലൈറ്റിംഗ് ആണല്ലോ ആ സാധനത്തിൽ. അതില് 3D ലൈറ്റിംഗ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കാഴ്ചകളൊക്കെ കാണാനുണ്ടല്ലോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം പറഞ്ഞല്ലോ. രഥത്തിന് മുന്നിലാണെങ്കിലും പഞ്ചവാദ്യം കേൾക്കാനായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉള്ളത്. തൃശ്ശൂരത്തെ എല്ലാവർക്കും ഈ പരിപാടി അറിയാം. അപ്പൊ തൃശ്ശൂരത്തെ എല്ലാവരും വരികയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടെന്നുണ്ട്, നമ്മളെല്ലാ അമ്പലങ്ങളും ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ അമ്പലത്തിലും ഉത്സവത്തിന് പോയി കഴിഞ്ഞാല് മറ്റേ സെൻട്രലിൽ നിൽക്കുന്ന ആനയുടെ മുകളില് തടമ്പ് വയ്ക്കും. അത് ദേവി ദേവൻ അങ്ങനെ വെക്കും. അതിന്റെ ഇപ്പുറത്തെ സൈഡിലെ ആനകളിലെ അങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ നന്ദി ദേവനും അതുപോലെ തന്നെ പരമശിവന്റെ അതും കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇവിടെ. സാധാരണ അച്ഛൻ പറഞ്ഞ മൂന്നാനയാണ് ഉള്ളതിന്റെ രീതിപരമായിട്ട്. അതിൽ നടുക്ക് തടമ്പേരുണ്ടാവും, അതിനപ്പുറത്ത് മുത്തുക്കുട മാത്രമേ ഉണ്ടാവുള്ളൂ, ഉണ്ടാവില്ല. മുത്തുക്കുടയും ആനവട്ടവും പഞ്ചാമരമായിട്ട് കണ്ടില്ലേ. എല്ലാരും കണ്ടില്ലേ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കും, എന്ത് രസമൊക്കെ കാണാനായിട്ട്. കണ്ടില്ല അല്ലെ, കൊറേ ചൈനീസ് വെടിക്കെട്ട് എല്ലാ അമ്പലങ്ങളിലും മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇഷ്ടം പോലെ മെയിൻ അമ്പലങ്ങൾ മാത്രമാണ് മറ്റുള്ള വെടിക്കെട്ട്. അതെ അതെ അതെ, വെടിക്കെട്ട് എന്ന് പറയുമ്പോ പടക്കം വെടിക്കെട്ട്. പിന്നെ അല്ലാതെ ഇതുണ്ടല്ലോ മറ്റേ ഒരു മറ്റേ സംഭവത്തിന് പേരുണ്ടല്ലോ, കഥനയൊക്കെ നിറച്ചിട്ട് കഥന ടൂന്നുണ്ട്. ഒരു ചെറിയ വെട്ടി, നാല് വലിയ വെട്ടി. അതെ അതെ, പൊട്ടിക്കുന്ന സംഭവം അമ്പലങ്ങളിൽ മാത്രമുള്ള സംഭവം. അങ്ങനെ ഓരോ അമ്പലങ്ങളില് വെടി വഴിപാടുണ്ട്.
ഇതെന്ന് വെച്ചാൽ ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞാല് സ്പെഷ്യലായിട്ട് അമിട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടല്ലോ. സാധാ പടക്കം അല്ല, നമ്മുടെ സാധാരണ തന്നെ ഒരു ഇത്രയും പോകുന്നൊരു പെട്ടിയില് കഥ നിറച്ച് ടും അല്ലേ. ഇത് ഒരുമാതിരി ഇത്ര വലിപ്പത്തില് ബോംബ് പോലത്തെ സാധനമൊക്കെ. അത് പറമ്പിക്കൊണ്ട് പൊട്ടിത്തെറിക്കലും ശബ്ദമാണ്. വെടിക്കെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഭവം. അതൊക്കെ മെയിൻ അമ്പലങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ അലൗഡ് ആയിട്ടുള്ളത്. അത് സ്ഥിരമായിട്ട് പൊട്ടിക്കുന്ന കുറെ അമ്പലങ്ങളുണ്ട് അവർക്ക് മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സാധാരണ രീതിയിലുള്ള വെടിക്കെട്ടിന് പ്രാധാന്യം ഇല്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം. അമ്പലത്തിൽ ആ വെടിക്കെട്ടിനോട് പ്രാധാന്യം ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വെടിക്കെട്ട് മറ്റേ ഇതില്ല കഥനാന്ന് പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ അത് പേര് പറഞ്ഞിട്ട് അമ്പലങ്ങളിൽ വെടിവഴിപാട് അത് നമ്മള് മറ്റേ സിനിമയിൽ കാണില്ലേ, ചെറിയ വെടിനാല് ചെറിയ അങ്ങനെയൊക്കെ. അത് മറ്റേ എന്താ പറയാ ഇതിനെക്കുറിച്ച് ശത്രു സംഹാര വെടി. അതെ പല തരത്തിലുണ്ട്. ഒരു കാര്യം ഇട്ടുപോയി, അമ്പലത്തിന്റെ ഭംഗി പറയാൻ മറന്നുപോയി. നമുക്ക് അമ്പലം കണ്ടല്ലോ, അമ്പലമുണ്ട് എന്ത് ഭംഗിയാ കാണാനായിട്ട് രാത്രി അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെ മ്യൂറൽ എന്ന് വെച്ചാ നമ്മുടെ മാരിയമ്മൻ കോവിലൊക്കെ കാണില്ല വെച്ചാ അതേപോലെ പെയിന്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട് സ്റ്റൈൽ. അതെ കൊത്തുപണികളും കാര്യങ്ങളും ആ രൂപങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മറ്റേ പുരാണത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് എല്ലാം അതിൽ കാണിച്ചിരിക്കുന്നത്. പുരാണത്തിലുള്ള എല്ലാതും അതിൽ ഓരോന്ന്. അതെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള കഥകളാണ് അതിൽ കുത്തിയിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. അവിടെ പഞ്ചായത്ത് നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറണം, അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ നിന്ന് കയറണം. ഞങ്ങള് അമ്പലത്തിൽ കയറാൻ വേണ്ടി പോകട്ടെ. അതെ നഗരപ്രദക്ഷിണം ഉണ്ട് ഇവിടെ. അത് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെയാണ്. അത് ഉത്സവത്തിന് തലേ ദിവസമാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഹനുമാൻ സ്വാമിയുടെ തന്നെ ഉത്സവം വരുന്നുണ്ട്. അത് നാളത്തെ കഴിഞ്ഞാല് മറ്റന്നാളാ വരുന്നത്. അപ്പൊ അന്നാണ് സ്വർണ്ണരഥത്തില് നഗരപ്രദക്ഷിണം ചെയ്യുന്നത്. അത് ആര്? ഹനുമാൻ സ്വാമി. 2013 കല്യാൺ ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്തതാണത്. അമ്പലം കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ രഥം അത് ഒറിജിനൽ ഗോൾഡിലാണ്. ആ രഥത്തിൽ ആ തേരില് ഹനുമാൻ സ്വാമി ഇങ്ങനെ നല്ല ഭംഗിയാണ്. നഗരപ്രദക്ഷിണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ലേ അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞ സംഭവമുള്ള കാര്യം ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ രസമായിട്ട് കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. അത് കാണേണ്ട സംഭവം. അതെ അടിപൊളി. അത് ഉത്സവത്തിന്റെ തലേ ദിവസം ഉണ്ടാവാറുണ്ട്. ഇനി മറ്റേ ഹനുമാൻ സ്വാമിയുടെ ഉത്സവം വരുന്നുണ്ട്. അത് മറ്റന്നാളാണ്. അപ്പൊ അത് 27, 28, 29 തീയതി വരുന്നത്. അപ്പൊ അന്നും ഉണ്ടാവും രാത്രി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ടിട്ടുള്ള മറ്റേ ശ്രീരാമസ്വാമിയുടെ രഥം അവിടെ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അല്ലെ നഗരപ്രദക്ഷിണം. അതെ. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുവാണ്. അപ്പൊ അത് കാണാൻ നമുക്ക് കാണാൻ എന്ത് രസമുള്ള രഥാ നോക്കിയല്ലേ. നല്ല രസമായിട്ടുള്ള രഥാണത്. അതെ വലിപ്പമുള്ള വെയിറ്റ് ഉള്ള രഥം ഉണ്ടല്ലോ. അവിടുത്തെ കുറച്ച് ആൾക്കാർ ആ 2 കയറിട്ട് വലിക്കണതിന് മുന്നേ മണ്ണടിക്കും. രഥം വരണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അടിപൊളി. എന്തായാലും നല്ല ഭംഗിയുള്ള ശ്രീരാമസ്വാമിയാണ് ഇരിക്കുന്നത്. അതെ. പിന്നെ ഇതിന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? ഇത് ഈ രഥം വരുമ്പോ ഈ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്വീറ്റ്സുകൾ ഉണ്ടാക്കി ഭഗവാന് കൊടുക്കുകയാണ്. ഭഗവാന് ഇഷ്ടപ്പെട്ട ആഹാരം നേദ്യം പോലെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അത് ഭഗവാന് പൂജിച്ച് അതിന്റെ ബാക്കി കൊടുക്കും. എന്നിട്ട് അതെല്ലാവർക്കും വിതരണം ചെയ്യല്. അതൊരു ഭയങ്കര രസമായിട്ടുള്ള സംഭവം അല്ലേ? അതൊക്കെ എന്ത് രസം അറിയാം. അതൊക്കെ അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രത്യേക ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. അതെ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. New city lights, they shine for my face. Another passport stamp, I love the chase. From market hustle to the ocean breeze, this feeling put my restless mind at ease. See the world through my own eye, oh. Got a good vibe, I no feel lie, oh. We just dey move to the rhythm, oh. Yeah, we just dey leave it, oh. Yeah, we just dey leave it, oh.